ഒരു 50 വർഷത്തിന് ശേഷം നമ്മുടെ കറണ്ട് ലോ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറും. പുതിയ ലോസ് വരും, സെക്ഷൻസ്, സബ്സെക്ഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അത്തരത്തിലൊരു പ്രൊവിഷൻ ആക്ട് 3 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. എന്നെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ജോയിൻറ്റ് പ്രോഗ്രാം ഓഫ് ദി ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് ദ ഹ്യൂമൻ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എനിവേ, അക്കോർഡിംഗ് ടു ദിസ് ആക്ട് ഏതൊരു ജയിൽവാസിയും ജയിലിനുള്ളിൽ 10 അതിൽ കൂടുതലോ വർഷം സമാധാനപൂർവ്വം കഴിഞ്ഞുകൂടിയെങ്കിൽ, ആൻഡ് ഐ മീൻ നോ റെക്കോർഡ് ഓഫ് എനി വയലൻസ്, എങ്കിൽ മാത്രം ഈ ആക്ടിന് വിധേയമാകും. ഈ ആക്ട് പ്രകാരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറ്റവാളിയും ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്ററും തമ്മിൽ ഒരു ഗെയിം ഓഫ് ചെസ്. എന്നാൽ ഈ കളി ഒട്ടും എളുപ്പമല്ല. ഈ കുറ്റവാളി ഗ്രാൻഡ് മാസ്റ്ററിനെ 10 അതിൽ കുറവോ മൂവ്സിൽ തോൽപ്പിച്ചാൽ ഹീൽ ബി സെറ്റ് ഫ്രീ ആൻഡ് ഗിവൺ എ ഗവൺമെൻറ് ജോബ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ജോയിൻറ്റ് പ്രോഗ്രാം ആണെന്ന്. കാരണം അത്തരത്തിലൊരാൾക്ക് അപാരമായ ബുദ്ധിവികാസം ഉണ്ടാകണം. അത് രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സോ ആർ യു റെഡി ടു പ്ലേ ദി ഗെയിം? ഞാൻ പ്രകാശ് മാത്യു. ഗൗതം. ഐ തിങ്ക് യു നോ ദ റൂൾസ്, റൈറ്റ്? എന്നെ 10 അതിൽ കുറവോ മൂവ്സിൽ തോൽപ്പിച്ചാൽ നിനക്ക് ഇവിടുന്ന് പോകാം. കളി അറിയാമല്ലോ, ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദെൻ ലെറ്റ്സ് ബിഗിൻ ദ ഗെയിം. നമ്മളിപ്പോൾ കളി തുടങ്ങിയിട്ട് 3 മൂവ്സായി. എണ്ണം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നീനും തോൽപ്പിക്കും അല്ലേ? എനിക്കിവിടുന്ന് പോയേ പറ്റൂ. അപ്പോൾ നീ എങ്ങനെ ഇവിടെ എത്തി? എൻ്റെ അറിവിൽ പുണ്യാളന്മാരെയൊന്നും പിടിച്ച് പോലീസ് ജയിലിടാറില്ല. എന്നെ ഇവിടെ എത്തിച്ചത് അതൊരു മൊഞ്ചത്തിയാണ്. മഞ്ചത്തിയോ? ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും വന്നപ്പോൾ ഞാൻ കൂട്ടുപിടിച്ചത് ലഹരി വസ്തുക്കളെയായിരുന്നു. അവ ഉപയോഗിക്കുമ്പോൾ ഞാൻ മറ്റുള്ളതെല്ലാം മറന്നിരുന്നു. അവ വലിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ വലിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ അത് കണ്ടു. ഞാൻ കൊക്കൈൻ വലിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ തല്ലി. പിന്നെ എന്നെ എന്തൊക്കെയോ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാനും എന്തൊക്കെയോ തിരിച്ചും പറഞ്ഞു. ഞാൻ ചെയ്തതെല്ലാം ചേട്ടൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അങ്ങനെ ഞാനും വീട്ടുകാരും തമ്മിൽ തല്ലായി. അങ്ങനെ ആ തല്ലിൻ്റെ അവസാനം ഞാൻ വീട്ടിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. നിങ്ങളെ കണ്ടാൽ പറയില്ല ഒരു കഞ്ചാവടിക്കുന്ന ആളെന്ന്. അതുള്ളിൽ ചെല്ലുമ്പോഴുള്ള ഒരു സുഖം, അതിനുവേണ്ടിയായിരുന്നു ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുവേണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്നത് എൻ്റെ ജീവിതത്തിലെ 10 വർഷമാണ്. 10 വർഷമായി ഞാൻ ഈ ജയിലിനുള്ളിൽ.
ഇപ്പോൾ 5 മൂസ് കഴിഞ്ഞു. ഇനി 5 ഉള്ളൂ. എൻ്റെ ശിശു വരാൻ ഇനിയും 2 വർഷം കൂടിയുണ്ട്. ഈ 5 നീക്കങ്ങൾ കൊണ്ട് ആ 2 വർഷം ഇല്ലാതേക്കാൻ കഴിയുമെങ്കിൽ ഇനിയുള്ള എൻ്റെ കളി ആ 5 നീക്കങ്ങൾ കൊണ്ട് താങ്കളെ തോൽപ്പിക്കാനുള്ളതായിരിക്കും. പുറത്തിറങ്ങിയിട്ട് മൊഞ്ചത്തിയെ പോയി കാണാനായിരിക്കും അല്ലേ? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മൊഞ്ചത്തിയെ സ്പർശിക്കില്ല, രുചിക്കില്ല. പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ മൊഞ്ചത്തി ഒരു പെണ്ണല്ല. പിന്നെ അപ്പനും ചേട്ടനും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഞാൻ അന്വേഷിച്ചു ചെന്ന് മൊഞ്ചത്തിയായിരുന്നു. എനിക്കാവശ്യമുള്ളപ്പോൾ മൊഞ്ചത്തിയെ എനിക്ക് തന്നുകൊണ്ടിരുന്നത് എൻ്റെ സുഹൃത്തായ ഡേവിഡായിരുന്നു. എടാ, എനിക്ക് സാധനം വേണം, എൻ്റെ കയ്യിൽ കാശില്ല. ഡാ ഗൗതമേ, നീ എൻ്റെ ഫ്രണ്ടാണെങ്കിലും ഇവിടെ എൻ്റെ കസ്റ്റമർ, അതുകൊണ്ട് സാധനം എനിക്ക് വെറുതെ തരില്ല. എടാ, നീ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് സാധനം തരണം. ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് അറിയാം? മൊഞ്ചത്തിന്നാണ്. ഈ സാധനങ്ങളുടെ അകത്തേന്നുണ്ടല്ലോ, പിന്നെ ആരെ കണ്ടാലും എന്ത് കണ്ടാലും ഒരു മൊഞ്ച് തോന്നും. നീ ഇത് വെച്ചിട്ട് എങ്ങനെ എനിക്ക് സാധനം തരണം? നമ്മുടെ കളി കഴിയാറേ. നീ ഇങ്ങോട്ട് 2 വർഷം കൂടി കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് താങ്കൾ ഈ കളിയിൽ തോറ്റിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ലോകത്തിലെ വമ്പൻ കളിക്കാരെ തോൽപ്പിച്ച് ഞാൻ നിന്നെപ്പോലെ ലോക്കൽ ക്രിമിനലിൻ്റെ അടുത്ത് തോൽക്കും തോന്നുന്നുണ്ടോ? ദ ഗെയിം ഈസ് ഓൺ, മിസ്റ്റർ പ്രകാശ് മാത്യു. ചെക്ക്മേറ്റ്. ഡിപ്രഷൻ അല്ലേ? നിന്നെപ്പോലുള്ള ഒരു വലിയ കളിക്കാരൻ എന്നെപ്പോലെ ഒരു കുറ്റവാളിയുടെ മുമ്പിൽ തോറ്റത് വലിയ നാണക്കേടായിരിക്കും. പക്ഷേ അതിന് പുകയുടെ ആവശ്യമില്ല. നിന്റെ അഹങ്കാരം ഒന്ന് നീക്കി വെച്ചാൽ മതി. പ്രകാശ്, നിനക്കൊരു കാര്യം അറിയൂ, എനിക്ക് എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടു. ഇരുട്ടിൻ്റെയും മുഖമൂടിയുടെയും മറവിൽ വെച്ച് അവൻ എൻ്റെ കുടുംബത്തെ കൊലപ്പെടുത്തി. അവൻ എന്നെ കുറ്റവാളിയാക്കി. ആര്? ആരെ കണ്ടാലും എന്തു കണ്ടാലും മൊഞ്ച് തോന്നിപ്പിക്കുന്ന എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ മൊഞ്ചത്തി. ഞാൻ ആ സമയത്ത് ഒരു സിനിമ കാണുകയായിരുന്നു. എന്നാൽ ആ സിനിമയോടല്ല എനിക്ക് മൊഞ്ച് തോന്നിയത്. അത് ആരെയും ഭയക്കാണ്ട് എന്തും ചെയ്യാൻ കഴിവുള്ള പ്രതിനായകൻ ജോക്കർ. ഞാൻ പറഞ്ഞു ആരൊക്കെയോ കൊലപ്പെടുത്താൻ. പക്ഷേ ഞാൻ കൊന്നത് എൻ്റെ സ്വന്തം കുടുംബത്തെ തന്നെയായിരുന്നു. ഞാനിതൊക്കെ ചെയ്ത് അബോധാവസ്ഥയിലായിരുന്നു. അത് നിങ്ങൾ വലിക്കാൻ പോയ ആ ലഹരി വസ്തുവാണ് കാരണം. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലോ എനിക്ക് പറ്റിയ നഷ്ടങ്ങൾ നികത്താവുന്നതിലും അപ്പുറമായിരുന്നു.
ഒരുപാട് നന്ദിയുണ്ടാ. നീ കാരണം ഞാൻ സിഗരറ്റ് വലിയൊക്കെ നിർത്തി. അതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതൊരു അഡ്വഞ്ചർ സ്റ്റോറിയാണ്. ഒരു നാൾ നമ്മളൊരു കുരുക്കിൽപ്പെടും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ദൈവം ചിലരെ നിയമിക്കും. അവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മളെ ആ കുരുക്കിൽ നിന്ന് രക്ഷിക്കും. എന്തോ ഗൗതമിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ വന്നില്ല. We all are human beings. We commit mistakes and even sins. But it is an even worse sin not to correct it. I think mistakes are created by God to be corrected.